രണ്ടാഴ്ച നീണ്ട വടംവലിക്കൊടുവിൽ കേരളത്തിന് ജനവികാരത്തിനൊത്ത മുഖ്യമന്ത്രിയായി. വി.ഡി. സതീശന് അധികാര കസേരയ്ക്കൊപ്പം പുതിയ വെല്ലുവിളികൾ. ഞെരുങ്ങുന്ന സംസ്ഥാനത്തെ ജനാഭിലാഷത്തിനിണങ്ങുന്ന വിധം വികസന വഴിയിൽ മുന്നോട്ട് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം പുതിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ. കേരളത്തിന്റെ കുതിപ്പിനായി പുതിയ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഇറാൻ US യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടയിൽ US ചൈന പ്രസിഡന്റുമാരുടെ ചർച്ചയിലേക്ക് ഉറ്റുനോക്കി ലോകം. 2017 ശേഷം ചൈന സന്ദർശിക്കുന്ന ആദ്യ US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. പലവിധ തർക്കങ്ങൾക്കിടയിലും വ്യാപാര ബന്ധം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷ. സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ 2.5 ഇരട്ടിയാക്കിയപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വില സർവകാല റെക്കോർഡിൽ. എന്താണ് കാരണം? സ്വർണ്ണവില ഉയർന്നാൽ ധനകാര്യ വിപണികളിൽ ഇടപാട് കൂടും. ചാഞ്ചാട്ടം മുതലെടുക്കാൻ നിക്ഷേപകരും ട്രേഡർമാരും കളത്തിലിറങ്ങും. ഓഹരി വിപണിയിൽ പ്രാരംഭ വിൽപ്പനയ്ക്കിറങ്ങാൻ ഒരുങ്ങുന്ന റിലയൻസ് ജിയോയുടെ മാനേജിംഗ് ഡയറക്ടറായി ആകാശ് അംബാനി. 2 ആഴ്ചക്കകം സെബിക്ക് കരട് രേഖകൾ ജിയോ പ്ലാറ്റ്ഫോംസ് ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 30 വരെ പഞ്ചസാര കയറ്റുമതി നിരോധിച്ച് കേന്ദ്ര സർക്കാർ. പഞ്ചസാര ഉൽപാദനം കുറയുന്നതിനാൽ വില നിയന്ത്രിക്കാനും ലഭ്യത ഉറപ്പാക്കാനുമാണ് നടപടി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.